ഇത് ചെയ്യണം, ഇത് ചെയ്തുകൂടാ, അങ്ങനെ പറയുമ്പോൾ എന്താണ് പറയുക? പ്രോൺസ് കോൺസ് ചോദിക്കുന്നത് അല്ലേ? ഷീ ഈസ് റെഡി ടു ഡു. ബിക്കോസ് എനിക്ക് 2-3 കോൺവെർസേഷനിൽ എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്യാസ് ആണെങ്കിലും അവരെ വിളിച്ച് ആ സെഗ്മെന്റ് എല്ലാം നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഫുഡ് ട്രക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം നമ്മുടെ ഹാബിറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാനായിട്ട് ബർമിംഗ്ഹാം വന്നേക്കുവാണ്. ബർമിംഗ്ഹാം സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹാബിറ്റിൻ്റെ ഈ ഫുഡ് ട്രക്ക് ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ അതായത് നമ്മുടെ ഫുഡ് ട്രക്ക് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇവർ വന്നിപ്പം ഓപ്പൺ ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയേക്കുവാണ്. അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ അടുത്ത് ഫുഡ് ട്രക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി അധികം കമൻസ് വന്നായിരുന്നു. ബ്രോ, എങ്ങനെയാണ് റെസ്റ്റോറൻറ്റുകൾ? കാര്യം ഇവിടെ വന്ന എല്ലാവർക്കും ഒരു ഡ്രീമാണ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്ലസ് ആൻഡ് നെഗറ്റീവ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്ന എന്നുള്ള രീതിയിൽ. നാട്ടിൽ കഴിഞ്ഞ് 10 വർഷമായിട്ട് ബിസിനസ്സിലുണ്ടായിരുന്ന ആളും UK കഴിഞ്ഞ് 1.5 വർഷമായിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളും പിന്നെ ഓൾമോസ്റ്റ് 3-ാമത്തെ റെസ്റ്റോറൻറ്റിന് പണി തുടങ്ങി നിൽക്കുന്ന ഒരാളുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹസീനയാണ് സംസാരിക്കുന്നത്. നമ്മൾ മുമ്പിലെ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി കൺസൾട്ടൻ്റാണ്. സോ പല ആവശ്യങ്ങൾക്കും പല ആൾക്കാരും നമ്മുടെ അടുത്ത് സമീപിക്കാറുണ്ട്, പല ബിസിനസ്സായിട്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഇവിടെ എങ്ങനെ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ അത് എങ്ങനെ ലീഗൽ പ്രൊസീഡ് ചെയ്യാം, അതിന് എന്തൊക്കെ ഇത് വേണം. പലർക്കും പേടിയാണ് തുടങ്ങിയാൽ വിജയിക്കുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മളന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് ഈ ഒരു ബിസിനസ്സല്ല, എനിക്ക് ഒത്തിരി ബിസിനസ്സുകളും ഒത്തിരി എൻക്വയറീസ് പല ആവശ്യങ്ങളായിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ അവർക്ക് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അതിനൊരു ക്യാപിറ്റൽ വേണം. ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് ഫിനാൻഷ്യലി അല്ലാതെ തന്നെ നമ്മൾ എന്താണ് ആ ഒരു മേഖലയിൽ ഫസ്റ്റ് നോക്കേണ്ട കാര്യം? നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം നമ്മൾ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യുമോ എന്നുള്ള കാര്യമാണ്. ആർ യു ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്? മൾട്ടി ടാസ്കിങ് ആണ് ഇവിടെ. അപ്പോൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പ്രൈമറി ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ 2-3 കാര്യങ്ങൾ വെച്ച് പറഞ്ഞാൽ വൺസ് നമ്മൾ തുടങ്ങിക്കഴിയുമ്പോഴുള്ള കോസ്റ്റ് കട്ടിങ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം ഇതിൻ്റെ പാർട്ടാണ്. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഫസ്റ്റ് കൺസേൺ ആർ യു ഏബിൾ ടു ഡു മൾട്ടി ടാസ്കിങ്. നമ്മൾ പറഞ്ഞിട്ട് തുടങ്ങി അല്ലെങ്കിൽ അവരുടെ ഒരു ഇതുകൊണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നമുക്കൊന്ന് ഇൻഫർമേറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദേ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, ഇന്ന് നമ്മളെ പോലെ ഒരു വേവ് ലെങ്ത്തുള്ള ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ നിൽക്കാതെ അവരെ കൂടെ നമ്മൾ ചേർത്തുകൊണ്ട് ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഒരു കോമ്പറ്റീറ്ററാണ്. ഇപ്പോൾ എത്രയോ ആൾക്കാർ ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ നമ്മുടെ തന്നെ ഒരേ റെസ്റ്റോറൻറ്റ് ഉള്ള ആൾക്കാർ, സൗത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ, നമ്മൾ പോയി കഴിക്കാറുണ്ട്. കാരണം നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഹസീനയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാവുന്ന ഒരു ഇത് ചെയ്യണം, ഇത് ചെയ്തുകൂടാ, അങ്ങനെ പറയുമ്പോൾ എന്താണ് പറയുക? പ്രോൺസ് കോൺസ് ചോദിക്കുന്നത് അല്ലേ? അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുന്നത് ലൊക്കേഷൻ തന്നെയായിരിക്കും. കാരണം ലൊക്കേഷനിൽ നിങ്ങളുടെ കറണ്ടുള്ള അതേ സെയിം ക്യുസീൻ അല്ലെങ്കിൽ സെയിം മെനു അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വരുമോ, അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സ് ആ ഫുഡ് മിസ് ചെയ്യുന്നുണ്ടോ, ഇത് നിങ്ങളൊരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. സോ അതിന് ശേഷം ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇട്ടാൽ വിജയിക്കും, അല്ലെങ്കിൽ ഇതിട്ട ഒരു ബ്രിട്ടീഷ് പീപ്പിളിൻ്റെ ഇടയിലൊക്കെ നമ്മളൊരു മലയാളി ഫുഡ് മാത്രം വെച്ച് കാര്യമില്ല. അവർക്കുള്ള ഫുഡും നമുക്കുള്ള ഫുഡും കൂടെ കോംബോ ഒരു ഫ്യൂഷനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ട്രൈ ചെയ്ത് തുടങ്ങും. കാരണം നമുക്ക് എടുത്തുടനെ നമ്മുടെ ഫുഡ് കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്. ആ ലൊക്കേഷൻ ഓക്കെ ആണോ, ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു റെൻറ്റ് അല്ലെങ്കിൽ ആ പറയുന്ന എമൗണ്ടൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ, മാനേജ് ചെയ്യാൻ പറ്റുമോ, പിന്നെ എന്താണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ പ്ലസ്, ആ ലൊക്കേഷൻ്റെ പ്ലസ്,
ആ ലൊക്കേഷൻ മൈനസ് നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് 2 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2-3 ദിവസം നിങ്ങൾക്ക് അവിടെ വാക്കബിൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇന്ന കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ഇന്ന കസ്റ്റമേഴ്സ് വരുന്നില്ല, അപ്പോൾ ഇന്ന ഫുഡ് നമുക്ക് റെഡി. അപ്പോൾ എനിക്ക് വന്നൊരു കോളിൽ ഒരു ലേഡി, ഒരു പല വർഷങ്ങളായിട്ട്, അപ്പോൾ ഞാനിത് ഇടയിൽ കൂടെ പറഞ്ഞു വെച്ച് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു നിങ്ങൾ എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പോകും, 2 ദിവസം നിങ്ങൾ ആ മാർക്കറ്റ് വാച്ച് ചെയ്യൂ. പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നു ഷെഫീൽഡ് മൂർ മാർക്കറ്റാണെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. പുള്ളിക്കാരത്തി പോയി സംസാരിച്ചു. പുള്ളിക്കാരത്തി കുറേ വീഡിയോസ് എനിക്ക് അയച്ചു തന്നു. വീഡിയോസ് അയച്ചു തന്നാൽ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അത് ചെയ്തു. പിന്നെ അവിടുത്തെ മെയിൽ ഐ ഡിയും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കൊടുത്ത് ബാക്കിയുള്ള അവർ അപ്ലിക്കേഷൻ കാര്യങ്ങൾ പ്രോസസ്സ് സ്റ്റിൽ ഷീ ഈസ് റെഡി ടു ഡു. ബിക്കോസ് എനിക്ക് 2-3 കോൺവെർസേഷനിൽ എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവരും അതനുസരിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, ചുമ്മാ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് വിളിക്കുന്ന ആൾക്കാരല്ല, അവർ കീൻ ടു സ്റ്റാർട്ട്. കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ബ്രോ ഇതിന്റെ ഒരു റേറ്റിനെ പറ്റി പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ റേറ്റ് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഒരു ട്രക്ക് എടുക്കുമ്പോൾ അതിന്റെ റേറ്റ് എങ്ങനെയാണ് മാറ്റർ ചെയ്യണത്? മോഡൽ, വെഹിക്കിളിൻ്റെ മോഡൽ ഒരു ഫാക്ടറാണ്. അതിപ്പോൾ 2007, 10, 11, 15 ഇതൊരു മാറ്ററാണ്, റേറ്റ് ഒരു മാറ്ററാണ്. പിന്നെ റിക്വയർമെൻറ്റ് കിച്ചൺ, ബേസിക്കായിട്ട് നമ്മൾ കിച്ചൺ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇലക്ട്രിക്കൽ പാർട്ട് വരുന്നുണ്ട്, പ്ലംബിംഗ് പാർട്ട് വരുന്നുണ്ട്, ഗ്യാസ് പാർട്ട് വരുന്നുണ്ട്. ഇതെല്ലാം സർട്ടിഫൈഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നൊരു പോർഷനാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിലൊരു യൂണിറ്റ് ഉണ്ടാവും, ഒരു കിച്ചൺ യൂണിറ്റ്, ബേസിക് ആയിട്ടുള്ള കിച്ചൺ യൂണിറ്റ്. ഇത് കസ്റ്റമർ ടു കസ്റ്റമർ ചില സമയത്ത് ഡിഫറൻസ് ആയിട്ട് വരും. ഇപ്പോൾ ഒരാളെൻ്റെ ഗ്രില്ല് വേണം, ഷവർമ വേണം എന്ന് പറയുമ്പോൾ അത് കസ്റ്റമൈസാണ്. അതല്ല, ബേസിക്കായിട്ട് നമ്മളിപ്പോൾ യൂണിറ്റുകൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് FSA സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വെഹിക്കിളിൻ്റെ മോഡൽ വെച്ചിട്ട് ഒരു 16-18 ഉള്ളിൽ. കാരണം വെഹിക്കിളിൻ്റെ അറിയാമല്ലോ, ഇയേഴ്സ് അനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ബേസിക് ചെയ്ത് കൊടുക്കുന്ന ഒരു 18 ഞാൻ പറയുന്നത് ഫുഡ് കാർട്ടല്ല, അതായത് ടോ ചെയ്യുന്നതല്ല, നമ്മൾ വെഹിക്കിളുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മൾ പറയുന്ന ഈ ഒരു 16-18 എന്ന് പറയുന്നത് നമ്മളുടെ ആ വീൽഡായിട്ടുള്ള ഫുഡ് ട്രക്കിന് നമ്മൾ ഉള്ള റേറ്റാണ്. പക്ഷേ കസ്റ്റമൈസേഷൻ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. പക്ഷെ എന്തായാലും അത് നല്ലൊരു രീതിക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇതല്ലാതെ ഈ ഡോക്യുമെൻറ്റേഷൻ പാർട്ടുന്ന സംഭവമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾ ബേസിക്കലി ഇതെല്ലാത്തിനും കാരണം ഇവിടെ നിൽക്കുക, ഈ രാജ്യത്ത് കണ്ടിന്യൂ ചെയ്യുക, അവർക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടുക, ഇതെല്ലാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എനിക്ക് തോന്നുന്നു വന്ന കോളുകളിലൊരു 95% അങ്ങനെ നിൽക്കാൻ പറ്റുമോ, എത്ര ടൈം വേണം. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം തുടക്കം ഒരു കമ്പനി രജിസ്ട്രേഷൻ മുതൽ സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻ വരെയുള്ളൊരു പ്രോസസ്സ്, ഒരു ഡോക്യുമെൻറ്റേഷൻ, കൺസൾട്ടേഷനായിട്ട് തന്നെ സെപ്പറേറ്റ് പാർട്ട്. അതായത് അത് വെഹിക്കിളിൻ്റെ ഭാഗമായിട്ട് യാതൊരുവിധ ബന്ധമില്ല, പക്ഷെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് സെപ്പറേറ്റ് ആയിട്ട്. ചില ആൾക്കാർക്ക് ഓൾറെഡി റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, അവർക്ക് ഈ പാർട്ടുകൾ അറിയില്ല, അത് നമുക്ക് ചെയ്തു കൊടുക്കാം. ചില ആൾക്കാർക്ക് ടോ ചെയ്യുന്ന ട്രക്ക് മതിയായിരിക്കാം, അല്ലെങ്കിൽ ഈ ടൈപ്പിൽ വേണ്ടായിരിക്കാം. ഇതെല്ലാം ബേസ്ഡ് ഓൺ അവരുടെ റിക്വയർമെൻ്റ് ആണ്. കാരണം അൾട്ടിമേറ്റ്ലി ബിസിനസ് ചെയ്യുന്ന അവരാണ്, അവർക്കാണ് അവരുടെ മാർക്കറ്റിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സ്പേസിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഇതെല്ലാം അറിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു രൂപരേഖ കൊടുക്കുക, ഏകദേശം ഇങ്ങനെ വരും എന്ന് പറയാമെന്ന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പം നമ്മളൊരു ഫുഡ് ട്രക്ക് എടുത്തു, നമ്മൾ ഫുഡ് ട്രക്കിൻ്റെ അകത്ത് നമ്മൾ ബർണർ, കിച്ചൺ സെറ്റ്, അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് അവിടെ ഒരു ലൈസിങ്, ഇപ്പം നമുക്ക് ഗ്യാസിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം, അതൊക്കെ എങ്ങനെയാണ് ഇവിടെ ചെയ്യണത്? നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിതെല്ലാം ആ പറയുന്ന ഇത് വെച്ചാൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കലായാലും ആ സർട്ടിഫൈഡ് ആളെ കൊണ്ട് കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ആണെങ്കിലും അവരെ വിളിച്ച് ആ സെഗ്മെൻ്റ് എല്ലാം നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത്. 1 വർഷമാണ് ഇതിൻ്റെ എല്ലാം. അതായത് ഗ്യാസ് ആണ് മെയിനായിട്ടുള്ള, അതിന് 1 വർഷമാണ് സർട്ടിഫിക്കേഷൻ. ദെൻ വി ക്യാൻ റിന്യൂ ദാറ്റ്. എത്രയാണോ നമ്മൾ വെച്ചിരിക്കുന്ന, എക്സാമ്പിൾ ബർണറും വെച്ചിട്ടുണ്ട്, ഗ്രിഡിലും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും 2 കൈൻഡ് ഓഫ് എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2 സർട്ടിഫൈ ചെയ്യും. ആ പൈപ്പ് ലൈൻ എല്ലാം പ്രോപ്പറായിട്ട് അവർ പറയുന്ന സ്റ്റാൻഡേർഡിലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വണ്ടിക്ക് MOT എടുക്കണമെങ്കിൽ അതെ എനിക്ക് തോന്നുന്നു എമൗണ്ടിനേക്കാളും കുറച്ചുകൂടെ അവർ ക്ലിയർ ആയിട്ട്. കാരണം ഇത് ഒരു എന്താ പറയുക, ഡേഞ്ചർ ഏരിയ ആണത്. കാരണം എവിടെയും ലീക്ക് ആവാൻ പാടില്ല. ഇൻ കേസ് നമുക്ക് ഇവർക്ക് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ലീക്ക് ആവുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു എമർജൻസി ആയിട്ടുള്ള കുറച്ച് ഫസ്റ്റ് എയ്ഡുകൾ അത് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ ഓൾറെഡി ആ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അല്ലെ ചുമ്മാ നമ്മൾ വണ്ടി കൊടുക്കുകയല്ല, നമ്മൾ ഫുഡിൻ്റെ കോഴ്സ് നമ്മൾ ചെയ്യുമല്ലോ. അതുപോലെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ചെറിയൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളിൽ ട്രക്കിൽ നിൽക്കുന്നവരെ സേഫ്റ്റി. പിന്നെ ഈ സേഫ്റ്റിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ ഒരു സേഫ്റ്റി കൂടെ എടുത്ത് വയ്ക്കുന്നത്, ഒരു ഇൻഷുറൻസ് എന്നുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിനായിക്കോട്ടെ, എംപ്ലോയീസിനായിക്കോട്ടെ, പ്രോഡക്റ്റിന് ആയിക്കോട്ടെ, അതെല്ലാം അത് മാൻഡേറ്ററി ആണ്. നമ്മളൊരു ഫുഡ് ട്രക്കോ അല്ലെങ്കിൽ ഒരു ഫുഡ് ബിസിനസ്സോ റൺ ചെയ്യുമ്പോൾ ഇത് മാൻഡേറ്ററി ആണ്, ഇതെല്ലാവരും ചെയ്യുന്നത്.
ഓക്കെ. അപ്പാർട്ട് ഫ്രം ഈ ഒരു ലൈസൻസിന് പകരം നമുക്ക് കൗൺസിലിംഗ് ഇപ്പൊ നമ്മൾ സിറ്റി സെന്റർ ഇപ്പൊ ഞാൻ നോക്കുമ്പോഴാണെങ്കിലും കൗൺസിലിന്റെ ആളുകൾ ഇടവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞാനിപ്പോ കണ്ടു. അപ്പം അവർക്കുടെ ഒരു സമീപനം നമ്മളോട് എങ്ങനെയാണ് അത്?